എല്ലാവർക്കും OITയുടെ തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള PWD വകുപ്പിൽ സ്ഥിരജോലി ഒഴിവുകളെ കുറിച്ചാണ്. മാസ ശമ്പളം 55,200 മുതലാണ്. ഈ ഡീറ്റെയിൽസിലേക്ക് പോകാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ കേരള PSC ഒഫീഷ്യൽ പേജ് വഴിയാണ് ആപ്ലിക്കേഷൻ വയ്ക്കേണ്ടത്. അതായത് 2024 ജൂൺ 19 അർദ്ധരാത്രി 12 മണി വരെ ആപ്ലിക്കേഷൻ വയ്ക്കാൻ അവസരമുണ്ട്. അതുപോലെ കേരള പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച വിജ്ഞാപനം അനുസരിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് പോസ്റ്റിലേക്കാണ് 2 ഒഴിവുകളാണുള്ളത്. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ്. 1984 ജനുവരി 2-നും 2005 ജനുവരി 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. വയസ്സിനെ സംബന്ധിച്ച് മറ്റ് വ്യവസ്ഥകൾ എന്ന് പറയുന്നത് SC/STക്ക് അങ്ങനെ മറ്റുള്ള കാൻഡിഡേറ്റ്സിന് ഇളവ് ലഭിക്കുന്നതാണ്. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രത്യേക വിഷയമായി തത്തുല്യം അഥവാ ഒരു അംഗീകൃത സർവകലാശാലയുടെ റേഡിയോ എഞ്ചിനീയറിംഗിലോ ടെലികമ്മ്യൂണിക്കേഷനിലോ ബിരുദമാണ് പറയുന്നത്. അഥവാ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇലക്ട്രോണിക്സിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തത്തുല്യ യോഗ്യത അഥവാ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഇലക്ട്രോണിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തത്തുല്യ ഡിപ്ലോമയാണ് പറയുന്നത്. സാലറി എന്ന് പറയുന്നത് 55,200 മുതൽ 1,15,300 വരെ പ്രതിമാസം ലഭിക്കുന്നതാണ്. ഇത്രയാണ് പറയുന്നത്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലേക്ക് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഞങ്ങൾക്ക് അയച്ചു തരിക. ചെറിയൊരു ഫീസോട് കൂടി തന്നെ നമ്മുടെ OITയിൽ ആപ്ലിക്കേഷൻ വെച്ച് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.